ഡിസംബർ 3 ബുധനാഴ്ച തിരുവനന്തപുരം ശംഖുമുഖത്ത് നാവികസേനാ ദിനം വളരെ മനോഹരമായി ആഘോഷിച്ചു. അത് വേണ്ടത് തന്നെയാണ്. ഈ നാവിക ദിനത്തിന് ഒരു പ്രാധാന്യം വരുന്നത് 1971 കറാച്ചിയിൽ ഓപ്പറേഷൻ ട്രൈഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു സൈനിക ഓപ്പറേഷനിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ്റെ നേവിയെ തകർക്കുകയും അതുവഴി ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധത്തിൽ ഒരു നിർണായകമായ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതായത് ആ നാവിക കേന്ദ്രത്തെ തകർത്തത് കൊണ്ടാണ്, കറാച്ചിയിലെ നാവിക സന്നാഹങ്ങളെ, പാകിസ്ഥാൻ്റെ നാവിക സന്നാഹങ്ങളെ തകർത്തത് കൊണ്ടാണ് അന്ന് ഈസ്റ്റ് പാകിസ്ഥാനായിരുന്ന പിന്നീട് ബംഗ്ലാദേശായ സ്ഥലത്തേക്ക് പാകിസ്ഥാന് വേണ്ട സൈനിക സന്നാഹങ്ങൾ തക്ക സമയത്ത് എത്തിക്കാൻ പറ്റാത്തതും പാകിസ്ഥാൻ്റെ പൂർണ്ണ പരാജയത്തിൽ, അതായത് ഇന്ത്യയുടെ പൂർണ്ണ വിജയത്തിൽ ആ യുദ്ധം അവസാനിച്ചത്. ആ ഓപ്പറേഷൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ 4 ആണ് സാധാരണ നേവി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഡിസംബർ 3 ആഘോഷം തുടങ്ങുകയാണ് ചെയ്തത്. ശംഖുമുഖത്തായിരുന്നു ഏറ്റവും വലിയ ആഘോഷം. വളരെ വിജയകരമായി അത് എല്ലാവരും ബന്ധപ്പെട്ടവർ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു വിഷയം നടന്നു. പക്ഷേ ആരും അതങ്ങനെ ബന്ധപ്പെടുത്തി കണ്ടിട്ടില്ല. അതായത് 1971 ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രധാന കാരണം ഏകദേശം 1 കോടിയോളം അഭയാർത്ഥികൾ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക്, അതായത് പ്രത്യേകിച്ച് ബംഗാൾ, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനം ബംഗാളും മറ്റ് അവിടെയുള്ള കിഴക്കുള്ള സംസ്ഥാനങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ് ഉണ്ടായത്. അത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ, ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും വലിയ നടന്ന മനുഷ്യരുടെ പലായനമായിരുന്നു. പക്ഷേ അന്ന് പാകിസ്ഥാൻ അവിടെ നടത്തിയ വളരെയധികം ക്രൂരകൃത്യങ്ങളും കൊലപാതകങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വന്ന ആളുകളെ അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് ആട്ടിപ്പായിക്കുകയല്ലേ ചെയ്തത്. ഇന്ത്യ വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റും നേരിടുന്നെങ്കിലും ഇരു കൈകളും നീട്ടിയാണ് ഈ 1 കോടി ആളുകളെ ഇന്ത്യ സ്വീകരിച്ചത്. 1 കോടി ആളുകൾ വന്നാൽ ചുരുങ്ങിയ സമയത്താണ്. ഒരു ദിവസം ഏകദേശം 1.5 ലക്ഷത്തോളം, ഓരോ ദിവസവും 1.5 ലക്ഷത്തോളം ആളുകളാണ് ഇന്ത്യയിലോട്ട് പ്രവഹിച്ചുകൊണ്ടിരുന്നത്. അവരെ ആരെയും നമ്മൾ മടക്കി അയച്ചില്ല. അവർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ഏകദേശം 880 അധികം ക്യാമ്പുകൾ തുറക്കുകയും, ക്യാമ്പുകളുടെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമായിരുന്നു പല സ്ഥലങ്ങളിലും. കാര്യം ഒരു ഗവൺമെൻറ്റും ഇത് ഇങ്ങനെയുള്ള സംഭവം നേരിടാൻ കഴിയില്ല. ഓരോ ദിവസവും 1.5 ലക്ഷത്തോളം ആളുകൾ. ആലോചിച്ച് നോക്കും, നമുക്കൊരു ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ തന്നെ 20,000 പേരോ 50,000 പേരോ 5 ലക്ഷം പേരോ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഓരോ ദിവസവും 1.5 ലക്ഷം പേര് ഇങ്ങനെ ഓടിയെത്തുമ്പോൾ അവരെ കഴിയുന്നത് സഹായിക്കാൻ ശ്രമിച്ചു, വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായും ആ കാരണം ഉന്നയിച്ചുകൊണ്ട്, മനുഷ്യത്വപരമായ ആ കാരണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധത്തിന് ഒരുങ്ങുന്നതും അക്കാലത്ത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിൽ വയ്ക്കേണ്ടത്, അഭയാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നിട്ടിറങ്ങിയ ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ, അതുമാത്രമല്ല ഇന്ത്യയുടെ എക്കാലത്തെയും ചരിത്രത്തിലെ ഒരു സുവർണ മൊമെൻ്റ് ആയിരുന്നു, ഒരു ഗോൾഡൻ അവർ എന്ന് പറയാവുന്ന സമയമായിരുന്നു അത്. അമേരിക്ക ഉൾപ്പെടെ വൻ ശക്തികൾ നമ്മളെ എതിർത്തെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നമുക്ക് ശരിയായി എന്താണെന്ന് ചെയ്തു. പ്രത്യേകിച്ച് മനുഷ്യത്വപരമായ പരിഗണനകൾ ഉണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത്, ഈ ഡിസംബർ 3 നമ്മുടെ ഇവിടെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ, ശംഖുമുഖത്ത് നമ്മൾ ഈ നാവിക ഇത് ആഘോഷിക്കുമ്പോൾ, അതായത് ഇന്ത്യ അഭയാർത്ഥികളെ സഹായിച്ച ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മ പുതുക്കിയപ്പോൾ സുപ്രീം കോടതിയിൽ എന്താണ് നടന്നത്? കേന്ദ്ര സർക്കാർ ഒരു നിവൃത്തിയുമില്ലാതെ പറയുകയാണ്, അവരുടെ ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. 162 ദിവസം മുമ്പ് ഡൽഹിയിൽ പോലീസ് ഗർഭിണിയായ ഒരു സ്ത്രീയെയും അവരുടെ 8 വയസ്സുള്ള മകനെയും ഭർത്താവിനെയും ബംഗ്ലാദേശികളെന്ന് ചാപ്പ കുത്തി അവരെ ബംഗ്ലാദേശിൽ കൊണ്ട് തള്ളിവിടുകയായിരുന്നു. എന്നിട്ട് 162 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യക്കാരല്ല എന്നുള്ളതിന് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാതെ, ഒരു നിവൃത്തിയുമില്ലാതെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു, മനുഷ്യത്വപരമായ കാര്യം കൊണ്ട് മാത്രം, വളരെ ഊന്നി പറയുകയാണ് കേന്ദ്ര ഗവൺമെൻറ്, മനുഷ്യത്വപരമായ കാരണം കൊണ്ട് മാത്രം ഞങ്ങളവരെ തിരിച്ചു വരാൻ അനുവദിക്കും. പക്ഷേ അവരുടെ പൗരത്വമായ കാര്യങ്ങളുള്ള തീരുമാനങ്ങൾ എടുത്ത ശേഷം അന്തിമ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞാൽ, ഇത് കേന്ദ്ര സർക്കാർ അവരുടെ ഒരു മനുഷ്യത്വത്തിൻ്റെ വലിയൊരു മുഖം കാണിക്കുന്ന രീതിയിലാണ് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇത് മാത്രമല്ല, അന്നത്തെ പിറ്റേ ദിവസം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുള്ള മാധ്യമങ്ങൾ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ടാണ് ഈ ശംഖുമുഖത്തെ ഈ ആഘോഷം. അത് വേണ്ടത് തന്നെയാണ്. നമ്മുടെ സേന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ രക്ഷിക്കുന്ന സേന ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നമ്മൾ കൊടുക്കണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സമയം ഈ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നത് വളരെ ഉൾപേജുകൾ, ആരും കാണാത്ത രീതിയിൽ ഒന്നുകിൽ ഉൾപേജുകളിൽ മുക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് വലിയൊരു തെറ്റ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പിന്നീട് വരാം.
ഈ സുനാലി ഖാത്തൂൻ എന്നാണ് ഈ വനിതയുടെ പേര്. അവർക്ക് പ്രായം 25 26 എന്ന് പല രീതിയിൽ പറയുന്നുണ്ട്. കാര്യം ഈ സുനാലിയുടെ നേരിടുന്ന കേസ് നമ്മുടെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന SIR ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ വരാവുന്ന ഓരോ പാർശ്വഫലങ്ങളുടെയും കൂടെയൊക്കെ ഒരു സൂചന കൂടിയാണ് സുനാലിയുടെ കേസ്. അതുമാത്രമല്ല, ഈ തീവ്രമായ ദേശസ്നേഹം, ഈ ബ്ലൈൻഡ് നാഷണലിസം എന്ന് പറയുന്ന, ജിങ്കോയിസം എന്നൊക്കെ പറയുന്ന ഒരു ജനസമൂഹങ്ങളിൽ അത്തരം വികാരങ്ങൾ നമ്മൾ വിപ്പപ്പ് ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ സമൂഹത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ്. ഈ സുനാലിക്ക് സംഭവിച്ച ഈ യാതനയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുകയും പാകിസ്ഥാനിലെ തീവ്രവാദികളെ ശിക്ഷിച്ചു എന്ന് ഗവൺമെൻറ് പറയുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ നമ്മുടെ കേന്ദ്രത്തെ ഹോം മിനിസ്ട്രി പല സ്റ്റേറ്റുകൾക്കും ഒരു കുറിപ്പ് അയച്ചായിരുന്നു. അതായത് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ്, കുടികിടപ്പുകാർ, അതായത് ഇല്ലീഗൽ കുടികിടപ്പുകാർ ഇന്ത്യയിലുണ്ട്, ഇവരെയെല്ലാം കണ്ടുപിടിച്ച് ഡിപ്പോർട്ട് ചെയ്യണം എന്നൊരു കുറിപ്പ്, ഒരു അറിയിപ്പ് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ കൊടുക്കുകയും മിക്കവാറും BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലെ സർക്കാരുകളെല്ലാം അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ആളുകളെ ഇങ്ങനെയുള്ളവരെന്ന് ചാപ്പ കുത്തപ്പെട്ടവരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ സംശയിക്കപ്പെടുന്നവരെ വേട്ടയാടാനും തുടങ്ങി. പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൽഹി പോലീസ് വളരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ബംഗ്ലാദേശി ഭാഷ സംസാരിക്കുന്നവരെ പിടിക്കും എന്ന് പറഞ്ഞൊരു കുറിപ്പിറക്കി എന്നും ആ സമയത്ത് ഒരു വാർത്താ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശി ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷയില്ല, ബംഗാളി എന്നുള്ളതാണ്. ആ ബംഗാളി ഭാഷ ബംഗാളിലും ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിൽ സംസാരിക്കുന്ന ഭാഷ തന്നെയാണ്. അതിൻ്റെ നമ്മുടെ മലയാളത്തിൽ പറ്റുന്ന ചില ഉച്ചാരണത്തിൻ്റെ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ കണ്ണൂർ മലയാളവും കാസർഗോഡ് മലയാളവും തിരുവനന്തപുരം മലയാളവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇതെല്ലാം മലയാളം തന്നെയാണ്. ഇപ്പോൾ കാസർഗോഡി എന്നൊരു ഭാഷയോ കണ്ണൂരി എന്നൊരു ഭാഷയോ ഇല്ല, അത് മലയാളം തന്നെയാണ്. തിരുവനന്തപുരി എന്നൊരു ഭാഷയും ഇല്ല, നമുക്ക് മലയാളമാണുള്ളത്. അതുപോലെ ബംഗാളി എന്നൊരു ഭാഷയുള്ളൂ. അതിനകത്ത് ബംഗ്ലാദേശി ഭാഷ എന്നൊരു ഭാഷ ആരും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാലും ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പോലീസ് ഫോഴ്സ് എന്ന് അവകാശപ്പെടുന്ന ഡൽഹി പോലീസിൻ പറഞ്ഞത് ബംഗ്ലാദേശി ഭാഷ സംസാരിക്കുന്നവരെ അവരുടെ പൗരത്വം അവർക്ക് തെളിയിക്കേണ്ടി വരുന്ന രീതിയിൽ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് രോഹിണി എന്ന് പറഞ്ഞ ഡൽഹിയിലെ ഒരു സ്ഥലത്ത് സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന കുടുംബമായിരുന്നു സോനാലി. അതായത് റാക്ക് പിക്കേഴ്സ് എന്ന് പറയും. തുണിയും ഈ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളും പാഴ്വസ്തുക്കളൊക്കെ ശേഖരിച്ച് അത് കടകളിൽ കൊണ്ടുപോയി വെയിറ്റ് അനുസരിച്ച് വിറ്റ് ജീവിക്കുന്ന ഏറ്റവും നിർധനായ ഒരു കുടുംബത്തിലുള്ളവരാണ് സോനാലിയും ഹസ്ബൻഡ് ഡാനിഷും, സോനയുടെ ഭർത്താവ് ഡാനിഷും 8 വയസ്സായ മകനും. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് നീക്കങ്ങളുണ്ടാകും എപ്പോഴും ഏറ്റവും ദരിദ്രവരാണ് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പണക്കാരോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരെ പരിചയമുള്ളവർക്കൊന്നും സംഭവിച്ചായിട്ട് നമ്മൾ അധികം കേൾക്കാറില്ല. സാധാരണ സംഭവിക്കുന്നത് ഏറ്റവും ദരിദ്രരായവരുള്ളൂ. അങ്ങനെ സോനാലിയെയും ഭർത്താവിനെയും മകനെയും ഡൽഹി പോലീസ് ജൂൺ 20-നോ 21-നോ പിടിച്ച ശേഷം 24-ാം തീയതി അവരെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസർ ഇവരെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിൽ പാർപ്പിക്കാനായിട്ട് FRRO ഓർഡർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ 21-ന് അറസ്റ്റ്. ഈ ടൈം ലൈൻ വളരെ പ്രധാനമാണ്. 20-നോ 21-നോ അവരെ പിടിക്കുന്നു, 24-ാം തീയതി കമ്മ്യൂണിറ്റി സെൻറ്ററിലേക്ക് അയക്കുന്നു. വെറും 2 ദിവസം കഴിഞ്ഞ്, അത് ജൂൺ 24-ാം തീയതി ഇവരെ ബംഗ്ലാദേശിൽ കൊണ്ടുപോയി തള്ളുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ നഗ്നമായ ലംഘനമായിരുന്നു അവിടെ നടന്ന കാര്യം. വളരെ വ്യക്തമായിട്ട് ഇപ്പോഴത്തെ ഹോം മിനിസ്ട്രി പോലെ അത് ഈ വർഷം മെയ് 2-ന് ഹോം മിനിസ്ട്രി ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു സംസ്ഥാനത്തിൽ നിന്നും ഫോറിനേഴ്സ് അല്ലെങ്കിൽ വിദേശികൾ എന്ന് സംശയിക്കപ്പെട്ട് ആരെങ്കിലും പിടികൂടുകയാണെങ്കിൽ അവർ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് അവർ പറയും. ഇപ്പം എന്നെ ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് പിടിക്കുകയാണെങ്കിൽ ഞാൻ കേരളത്തിൽ നിന്നുള്ള ആയതുകൊണ്ട് കേരള ഗവൺമെൻറ്റുമായി ഡൽഹിയിലെ പോലീസ് ബന്ധപ്പെടുകയും കേരള ഗവൺമെൻറ്റിന് മറുപടി നൽകാൻ 30 ദിവസം നൽകണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. അതായത് എവിടെ നിന്നാണോ ഈ പിടിക്കപ്പെട്ടവർ, ഏത് സംസ്ഥാനത്തിൽ നിന്നാണോ അവകാശപ്പെടുന്നത്, ആ സംസ്ഥാനത്തിന് മറുപടി നൽകാൻ, ഇവരെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അന്വേഷിച്ച് മറുപടി നൽകാൻ 30 ദിവസം നൽകണം എന്നൊരു നിയമം നിലനിൽക്കുകയാണ്, റൂള് നിലനിൽക്കുകയാണ്. ഈ സോണാലിയെയും ഭർത്താവിനെയും 8 വയസ്സുള്ള മകനെയും ഏകദേശം അതായത് 20-ാം തീയതി അറസ്റ്റ് ചെയ്യുന്നു, 24-ാം തീയതി കമ്മ്യൂണിറ്റി സെൻറ്ററിൽ കൊണ്ടുപോകുന്നു,
26-ാം തീയതി, അതായത് ഒരാഴ്ച പോലും ആയില്ല, വെറും 6 ദിവസത്തിനകം ഇവരെ ബംഗ്ലാദേശിലേക്ക് തള്ളി വിടുന്നു എന്നാണ് ശരിക്കും. ഡിപ്പോർട്ടേഷൻ എന്ന വാക്ക് ഇവിടെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ പ്രോസസ്സാണ്. രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിൽ നമ്മുടെ ഇന്ത്യയുടെ പൗരരല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം ആ വിദേശ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നു നമ്മൾ ഇന്ന ആളില്ല. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഇങ്ങനെയുള്ളവരെ വളരെ മോശമായിട്ടാണ് വിലങ്ങ് വെച്ചും മറ്റുമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടാണ് അവർ വിമാനത്തിൽ കൊണ്ടുവരുന്നത്. അതാണ് ഡിപ്പോർട്ടേഷൻ. അല്ലാതെ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് തള്ളി വിടുന്നതിന് നമ്മുടെ ഇന്ത്യൻ ഇപ്പോൾ പറയുന്നത് ന്യൂസ് പേപ്പറുകളും ഗവൺമെൻറ് വാക്കാണെന്ന് എനിക്കറിയില്ല, പുഷ് ബാക്ക് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഡിപ്പോർട്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് കാരണം ഒരു നിയമ സാങ്കേതികയില്ല. അതുകൊണ്ട് പുഷ് ബാക്ക് എന്ന, അപ്പോൾ ഇവരെ തള്ളിവിട്ടു എന്നാണ് എൻ്റെ അനുമാനം. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ന്യൂസ് റിപ്പോർട്ട്സ് വായിച്ചുള്ള അറിവാണ്. നമുക്ക് തോന്നുന്ന കാര്യം ഇതെല്ലാം വളരെ ഒപ്പൈക്കായിട്ട് യാതൊരു രീതിയിലുള്ള ട്രാൻസ്പെറൻസിയും ഇല്ലാതാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ 26-ാം തീയതി അവരെ തള്ളിവിടുന്നു. അതിനുശേഷം ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച ബംഗ്ലാദേശ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, ബംഗ്ലാദേശ് ജയിലിലാക്കുന്നു. കാര്യം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഞങ്ങളുടെ പൗരന്മാരല്ല. അപ്പോൾ ഇന്ത്യയിൽ പെട്ടെന്ന് നമ്മളൊരു തിരുവനന്തപുരത്ത് കുറേ മറ്റൊരു ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ തുർക്കിയിൽ നിന്നോ റഷ്യയിൽ നിന്നോ കുറേ പേര് വന്നിട്ട് ഞങ്ങൾ മലയാളികളാണ്, കേരളീയരാണ്, ഇവിടെ എനിക്ക് സ്ഥലമുണ്ട്, സ്ഥലം വാങ്ങിക്കണം, താമസിക്കണം എന്ന് നമ്മൾ സമ്മതിക്കുമോ? നമ്മളവരെ ജയിലിൽ ഇടുക ചെയ്തത്. അപ്പോൾ ബംഗ്ലാദേശും അതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യൻ കോടതികൾ എന്ത് പറഞ്ഞാൽ അതെല്ലാം ശരിയും മറ്റ് വിദേശ രാജ്യങ്ങളിലെ കോടതികൾ പറയുന്നതൊക്കെ തെറ്റാണെന്ന് നമുക്കിവിടെ ഒരു തോന്നൽ, ഒരു നറേറ്റീവ് നമ്മൾ പലപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ബാക്കി കോടതികളെ പുച്ഛവും ഇവിടുത്തെ കോടതികൾ പറയുന്ന മാത്രമാണ് ശരി. അതെങ്ങനെ ശരിയാവും? നമ്മുടെ കോടതികൾ പറയുന്ന പോലെ ലെജിറ്റിമസിയുള്ള കോടതികളാണ് ബംഗ്ലാദേശിലെ കോടതികൾ. ബംഗ്ലാദേശിലെ കോടതി പറഞ്ഞ് അവരുടെ പൗരരല്ല എന്ന് പറഞ്ഞ് ഇവരെ ജയിലിലിടുന്നു ബംഗ്ലാദേശിൽ. അപ്പം വളരെ കഷ്ടപ്പെട്ട് ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ, ഒരു 8 വയസ്സുള്ള മകനും, അപ്പോൾ അവർ ഇതൊന്നും പരിഗണിക്കാതെയാണ് അവർ അപ്പുറത്തോട്ട് തള്ളിവിടുന്നത്. എന്നിട്ട് അവരവിടെ ജയിലിലായി. അപ്പോൾ ഈ സമയത്ത് സൊണാലിയുടെ അച്ഛൻ ബംഗാളിൽ ബിർഭൂം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്ന ഗോദു എന്ന് പറയുന്ന അദ്ദേഹം കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ കൽക്കട്ട ഹൈക്കോടതി ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുന്നു. അപ്പോൾ ആദ്യം കേന്ദ്ര സർക്കാർ പറഞ്ഞു കൽക്കട്ട കോടതിക്ക് ഇതിനകത്ത് ഇടപെടാൻ ജുറിസ്ഡിക്ഷൻ ഇല്ല, കാര്യം സംഭവം നടന്ന ഡൽഹിയിലാണ്, അവർ ഡൽഹിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചുകൊള്ളെന്ന് പറഞ്ഞെങ്കിലും കൽക്കട്ട ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല. അപ്പോൾ കൽക്കട്ട ഹൈക്കോടതി പറയുന്ന ഈ സൊണാലിയുടെ അച്ഛൻ അതായത് പരാതി കൊടുത്ത ആൾ ബംഗാളിലാണ് താമസിക്കുന്നതുകൊണ്ട് കൽക്കട്ട ഹൈക്കോടതി കേസ് കേൾക്കാൻ തീരുമാനിക്കുകയും കോടതി കണ്ടുപിടിച്ചത് സൊണാലിക്ക് ആധാർ കാർഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ആധാർ കാർഡിൽ അവരുടെ ഇയർ ഓഫ് ബർത്ത് 2000 എന്ന് എഴുതിയിരിക്കുന്നത് കാണുകയും, അപ്പോൾ കോടതി പറഞ്ഞു ഇത് കണ്ടിട്ട് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും എന്ന് ഡൽഹി പോലീസിനോട് കേന്ദ്ര സർക്കാർ വഴി ഡൽഹി പോലീസിന് ചോദിക്കുകയും ഡൽഹി പോലീസിന് മറുപടിയില്ല. അപ്പോൾ ഡൽഹി പോലീസ് അവരുടെ ന്യായീകരമായിട്ടാണ് അവർ പറഞ്ഞത്, ഈ നേരത്തെ പറഞ്ഞ ഈ FRRO എന്ന ഓർഗനൈസേഷൻ എന്ന കേന്ദ്ര ഏജൻസിയുടെ മുന്നിലെത്തിയപ്പോൾ സൊണാലിയും ഭർത്താവും അവർ പറഞ്ഞു, ഞങ്ങൾ വിദേശി, ഇവിടെ ഇന്ത്യക്കാരല്ല, പുറത്തുനിന്ന് വന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു, പോലീസിൻ്റെ മുന്നിൽ പോലീസ് പിടിക്കപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കൺഫെഷൻസ് എടുക്കുന്നത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം കോടതി ഈ ബോധു എന്ന് പറയുന്ന സൊണാലിയുടെ അച്ഛൻ്റെ വിവരങ്ങൾ നോക്കിയപ്പോൾ 1954 അദ്ദേഹം നടത്തിയ സ്ഥലമിടപാടുകളും മറ്റും, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നടത്തിയ സ്ഥലമിടപാടുകളുടെ പ്രമാണം നോക്കിയപ്പോൾ 1954 നടത്തിയ പ്രമാണങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഈ 71 മുമ്പ് ഇവരുണ്ടായിരുന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ കുടുംബം ബംഗാളിലുണ്ടായിരുന്നു, 54 തൊട്ട് ഇന്ത്യയിൽ വസിക്കുകയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഈ ആ കോടതി നടപടി നടന്ന സമയത്തല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിവരം പുറത്തു വന്നത്. കാര്യം 2 ദിവസത്തിന് മുമ്പാണ്. ഈ SIR എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ SIRൽ ബോധുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫ്, അതായത് സൊണാലിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ ഈ 2002 കട്ട് ഓഫ് ഇയർ, നമ്മുടെ ഇവിടെ കേരളത്തിലെ പോലെ ബംഗാളിലെയും കട്ട് ഓഫ് ഇയർ 2002 SIR ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്. അതായത് നടന്ന ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതിനകത്ത് ഇവരുടെ 2 പേരുടെയും പേരുകളുമുണ്ട്. അപ്പം അതിനു മുമ്പ് തന്നെ കൽക്കട്ട ഹൈക്കോടതി സെപ്റ്റംബർ 26-ാം തീയതി ഗവൺമെൻറ്റിനോട്, കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു
4 ആഴ്ചയ്ക്കുള്ളിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ഓർഡർ ഇട്ടു. അതായത് സൊണാലിയെയും കുടുംബത്തെയും അതിൻ്റെ കൂടെ മറ്റൊരു സ്വീറ്റി എന്ന് പറഞ്ഞ മറ്റൊരു കുടുംബത്തെയും, സ്വീറ്റിയും അവരുടെ കുഞ്ഞുങ്ങളും മറ്റൊരു കുടുംബത്തെയും ഇവരുടെ കൂടെ അവിടെ ബംഗ്ലാദേശിൽ കൊണ്ട് തള്ളുകയും അവരും ബംഗ്ലാദേശ് ജയിലിൽ കിടപ്പുണ്ട്. അപ്പോൾ അവരെയും എല്ലാവരെയും കൂടെ 4 ആഴ്ചയ്ക്കുള്ളിൽ കൊണ്ടുവരണമെന്ന് സെപ്റ്റംബർ 26-ാം തീയതി കൽക്കട്ട ഹൈക്കോടതി ഓർഡർ ഇട്ടു. എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 24-ന് മുമ്പ് കൊണ്ടുവരുന്നുള്ളൂ. സെപ്റ്റംബർ 24 തൊട്ട് 4 ആഴ്ച, ഒക്ടോബർ 24-ന് മുന്നിൽ കൊണ്ടുവന്നു. ഒക്ടോബർ 22-ാം തീയതി വരെ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല. ഒക്ടോബർ 22-ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി മൂവ് ചെയ്തു. അതായത് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ വെച്ച് നിയമപരമായി അവർ കൺഫസ് ചെയ്തു. FRRോട് മുന്നിൽ അവർ കൺഫസ് ചെയ്തു. ഇത് വെച്ചാണ് ഞങ്ങൾ അവരെ ഈ പുഷ് ബാക്ക് ചെയ്തത് എന്ന് മാത്രമല്ല, കൽക്കട്ട ഹൈക്കോടതിക്ക് ഇതിനകത്ത് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന വാദവും ഉന്നയിച്ച് ഇത്രയും ദിവസം കാത്തിരുന്നിട്ട്, അപ്പോൾ കേന്ദ്രത്തിന് വേണമെങ്കിൽ സെപ്റ്റംബർ 24-ന് ഹൈക്കോടതി ഓർഡർ ഇട്ട് അപ്പോൾ അത് അംഗീകരിക്കുന്നില്ല. അപ്പീൽ ചെയ്യാനുള്ള പൂർണ്ണ അവകാശം കേന്ദ്ര സർക്കാരിനുണ്ട്. അവർക്ക് പിറ്റേ ദിവസമോ 2 ദിവസമോ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാമായിരുന്നു. അതിൽ അവസാന നിമിഷം വരെ ഒക്ടോബർ 22 വരെ വെയിറ്റ് ചെയ്തിട്ട് കഴിയുന്നത്ര നീട്ടി ആളുകളെ യാതന അനുഭവിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം, വേറെ ലക്ഷ്യമില്ലല്ലോ അതിനകത്ത്. എന്നിട്ട് ഒക്ടോബർ 22-ാം തീയതി മൂവ് ചെയ്യുകയും സുപ്രീം കോടതി ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. ആ കേസിൻ്റെ വിചാരണ സമയത്താണ് ഡിസംബർ 3-ന്, അത് ഏതൊരു കാവ്യനീതിയാണ്, സുപ്രീം കോടതി അറിയാതെ തന്നെ ആ കോയിൻസിഡൻസ് ആയിട്ട് ആ ഡിസംബർ 3-ൽ തന്നെ ഇങ്ങനെ ഈ കേസ് വീണ്ടും ഹിയറിങ്ങിന് എടുക്കുകയും ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടുത്തെ പൗരനല്ല എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് ഞാൻ ഇവിടുത്തെ പൗരനാണ് എന്ന് തെളിയിക്കേണ്ട എൻ്റെ കടമ, ബേർഡൻ ഓഫ് പ്രൂഫ് എൻ്റേതാണ്. അതൊരു സാധാരണ മറ്റു കുറ്റകൃത്യങ്ങളിൽ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്, അതായത് കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ട് തെളിയിക്കേണ്ടത് ആരോപണം ഉന്നയിക്കേണ്ട ആളുടെ പുറത്താണ്. എന്നാൽ ഈ ഫോറിനേഴ്സ് ആക്ട് ചില വളരെ റയറായിട്ടുള്ള ചില നിയമങ്ങളിൽ അത് തിരിച്ചാണ്. അതായത് ബേർഡൻ ഓഫ് പ്രൂഫ് ആരോപണം നേരിടുന്ന വ്യക്തിക്കാണ്. അപ്പോൾ ഇതും ഡൽഹി പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞു ഈ ബേർഡൻ ഓഫ് പ്രൂഫ് അവരുടെ, ഞങ്ങളല്ല പ്രൂവ് ചെയ്യേണ്ടത്, അവർ സിറ്റിസൻസാണ് പ്രൂവ് ചെയ്യണം. അപ്പോഴാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് അവരെ ആധാറും എനിക്കൊന്ന് പാൻ കാർഡാണെന്നാണ്, വേറെ 2 കാർഡുകൾ കൊടുത്തിരുന്നു. അപ്പം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ വക്കീൽ പറഞ്ഞത് ഇതും കൊണ്ടല്ല ജനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ പക്ഷേ ആയിരിക്കും, അതൊരു 10 വർഷം മുമ്പ് ആലോചിച്ച് നോക്കും. നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടാണ് എവിടെയും പോകുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഒരു ഹോട്ടൽ റൂം കിട്ടുന്നതിൻ്റെ ആവശ്യമുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾ ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടക്കും. ഇതിങ്ങനെ വേണ്ട ചില നോർത്ത് കൊറിയ പോലുള്ള ചില രാജ്യങ്ങളിലും എനിക്കൊന്ന് ബെൽജിയം അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നിയമമുണ്ട്, എപ്പോഴും കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡ് വെക്കണം. ഇന്ത്യ അങ്ങനെ ഒരു സ്വതന്ത്രമായ രാജ്യം, ഒരു ജനാധിപത്യമാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ താരം പറഞ്ഞിട്ടില്ല, നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പം കയ്യിലെപ്പോഴും ഒരു ഐഡൻറ്റിറ്റി കാർഡ്, അതായത് പൗരത്വം പ്രൂവ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടാണ് നമ്മൾ നടക്കേണ്ടതെന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും അങ്ങനെ പറയാൻ ഇതുവരെ അങ്ങനെ നിയമം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവരെ പിടിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു ഇവരെൻ്റെ ഇമേജ് അങ്ങോട്ട് കാണിച്ചു, പക്ഷേ പോലീസ് അംഗീകരിച്ചില്ല. പിന്നെ ആക്ച്വൽ ഫിസിക്കൽ കോപ്പി അവർ കൊണ്ടുപോയി പിന്നീടാണ് അവരുടെ ആളുകൾ കൊണ്ട് കൊടുത്തത്. അപ്പോഴേക്കും അവരെ മാറ്റിക്കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും സുപ്രീം കോടതി പറഞ്ഞു ഇതെല്ലാം വളരെ ഒട്ടും വ്യക്തതയില്ലേ കാര്യങ്ങൾക്കൊന്നും. അതുകൊണ്ട് അത് മാത്രമല്ല, അപ്പോഴേക്കാണ് ഇപ്പോൾ ഈ ബോധുവിൻ്റെ ഞാൻ പറഞ്ഞ ഈ സോണാലിയുടെ അച്ഛൻ്റെ പിതാവിൻ്റെ വസ്തുവിവരങ്ങളും മറ്റു കാര്യങ്ങളും അവർ ഹാജരാക്കുകയും, അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു മനുഷ്യത്വപരമായ നിയമം ചിലപ്പോൾ മനുഷ്യത്തിന് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുന്ന ഒരു മൊമെൻ്റാണിത്, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയും മനുഷ്യത്വപരമായ മാത്രം എന്ന് കേന്ദ്ര സർക്കാർ ഊന്നി പറയുന്നുണ്ട്. കാര്യം അവരെ തിരിച്ചു വരാൻ ഞങ്ങൾ അനുവദിക്കാം, പക്ഷേ അതുകൊണ്ട് ഈ കേസ് തീരുന്നില്ല, അവരുടെ പൗരത്വം ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടില്ല, അതിനെക്കുറിച്ച് അന്വേഷണം വീണ്ടും തുടരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ ഡിസംബർ 3-ന് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് തലയുരാൻ ശ്രമിച്ചത്. ഇവിടെ കേന്ദ്ര സർക്കാരിന് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രോസസ്സ് അവർ ചെയ്തു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ FRROയെ കാണിച്ചു, അതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനിയും തങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കേന്ദ്ര സർക്കാർ ഒരു കോടതിയിൽ പരസ്യമായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഇതുവരെ ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട പല കേസുകളും വീണ്ടും തുറക്കപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റി എന്ന് പറഞ്ഞൊരു വനിതയുടെ കേസ്, അവരിപ്പോഴും ബംഗ്ലാദേശ് ജയിലിലോ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തായെന്ന് എനിക്കറിയില്ല, ബംഗ്ലാദേശിലാണ് അവരെല്ലാം. അപ്പോൾ ഇങ്ങനെ പലരെയും വഴി കാണുന്നവരെ പിടിച്ച് തല്ലി 2 ദിവസം കഴിഞ്ഞ് കൊണ്ട് തള്ളുക എന്നുള്ളൊരു ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആ ഒരു
പൊതുവേ രാജ്യത്തിനകത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ദേശസ്നേഹത്തിന് അതിതീവ്രമായ ദേശസ്നേഹത്തിൻ്റെ ഒരു ഇത് വിപ്പപ്പ് ചെയ്യാൻ പലരും ശ്രമിക്കുകയും അത്തരം വികാരങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ പോലീസ് ചെയ്യുന്ന പല കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സിവിൽ സൊസൈറ്റിക്ക്, പൊതുസമൂഹം ധൈര്യം ഉണ്ടാവില്ല. അത് ചെയ്യേണ്ട മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ ഒത്തും ചെയ്യാറുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ മാധ്യമങ്ങൾ ഈ ഡിസംബർ 3 നടന്ന ഈ സംഭവം, 2 സംഭവങ്ങൾ, ശംഖുമുഖത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ കേന്ദ്ര സർക്കാർ, ഇന്ത്യയുടെ ഫെഡറൽ ഗവൺമെൻറ് പറയുകയാണ്, ഞങ്ങൾ കൊണ്ട് തള്ളിയ ഒരു ഗർഭിണിയെ, അവരുടെ മകനെയും, ഭർത്താവിനെ വരാൻ സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും, ഈ ഗർഭിണിയെ മകനെയും മനുഷ്യത്വപരമായ കാരണങ്ങളാൽ ഇന്ത്യയിലേക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു വലിയൊരു ചോദ്യമുണ്ട്. ഡിസംബർ 3 കേന്ദ്ര സർക്കാർ കോടതിയോട് തങ്ങൾ ഷൊണാലിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സന്നദ്ധരാണെന്ന് അറിയിക്കുകയും ഡിസംബർ 5 വൈകുന്നേരം ഇന്ത്യയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു. ഷൊണാലിയെ ബംഗ്ലാദേശിൽ അയച്ചതും തിരിച്ചു കൊണ്ടുവന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കൊണ്ടുവന്നത് BSF സേനയുടെ അകമ്പടിയോടെ, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും പത്രക്കാരെ ഫോട്ടോ എടുക്കാനും സമ്മതിച്ചു. സോണാലിയെ കൊണ്ടുപോയത് ഇങ്ങനെയൊന്നും അല്ല. അതുമാത്രമല്ല, സോണാലിയെ ജൂൺ 21 അവരെ പിടിച്ച ശേഷം, ഈ കുടുംബത്തെ പിടിച്ച ശേഷം ഏകദേശം 164 ദിവസത്തോളമായിരുന്നു. ഇതിൽ കൂടുതൽ ദിവസം വേണോ ഇത്രയും ശക്തിയുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്, ഇത്രയും അധികാരമുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ്, ഇത്രയും വലിയ സേനയും സൈനിക സന്നാഹങ്ങളും മറ്റെല്ലാമുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് 162 ഒരു ഗർഭിണിയായ ഒരു വനിത ഇന്ത്യക്കാരിയാണോ അല്ലയോ എന്ന് തെളിച്ച് പറയാൻ 162 ദിവസം പോരെ? ഇനി എത്ര ദിവസം എടുക്കും അവർ? അപ്പോൾ അത്രയും ദിവസം അവരിവിടെ നമ്മളവരെ മാന്യമായ രീതിയിൽ ഇത് തെളിയും വരെ ഇവിടെ താമസിക്കുകയാണോ വേണ്ടിയിരുന്നത്? അത് തെളിയും വരെ ഏതെങ്കിലും ഒരു വിദേശ സർക്കാരിൻ്റെ ജയിലിലേക്ക് അയക്കുകയാണോ ചെയ്യേണ്ടിയിരുന്നത്? ഇങ്ങനെ വളരെ പൗരാവകാശവും മനുഷ്യത്വപരമായ ഒരുപാട് ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ നാവികസേനയുടെ ഈ കണ്ണം ചെപ്പിക്കുന്ന ഈ പ്രകടനത്തിന് മുന്നിൽ നമ്മുടെ പത്രങ്ങളൊന്നും ഇത് വേണ്ട രീതിയിൽ ഇത് വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഒരു 1971 പൗരാവകാശങ്ങളുടെയും മനുഷ്യത്വത്തിൻ്റെയും പേരിൽ ഇന്ത്യ ഒരു യുദ്ധം പോലും ചെയ്യാൻ തയ്യാറായെങ്കിൽ ഇന്ന് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇതിൻ്റെ ഒരു വിരോധാഭാസം പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളുടെ കടമയല്ലേ? അപ്പോൾ ഇന്ന് കേരളത്തിലെ മാതൃഭൂമി പത്രം എല്ലാ ദിവസവും പല കാര്യങ്ങളും അവർ കൂട്ടിയിണർക്കാറുണ്ട്. കണക്ഷൻ ഉണ്ടെന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും കൂട്ടിയിണക്കുക എന്നുള്ളൊരു പ്രത്യേക തരത്തിലുള്ളൊരു ജേർണലിസമാണ് അവർ ചെയ്യുന്നത്. നല്ലത് തന്നെയാണത്. അപ്പോൾ അന്നും അവർ കൂട്ടിയിണക്കി. എന്താണ് ഈ പടക്കപ്പലുകളുടെ പടവും അതിന് മേലെ നേവി ഷോ എന്ന് എഴുതുകയും അതിൻ്റെ തൊട്ടടുത്ത് കോഹ്ലി ഷോ എന്ന് പറഞ്ഞ് അന്ന് വിരാട് കോഹ്ലി സൗത്ത് ആഫ്രിക്കയിലുള്ള രണ്ടാമത്തെ സെഞ്ചുറി എടുത്തത് തമ്മിലത് ബന്ധിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഈ നാവികസേനയുടെ പ്രകടനവും കോഹ്ലിയുടെ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു അതിപ്രസരത്തിന് മുന്നിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുള്ളതാണ്. മാതൃഭൂമി ഈ വാർത്ത ഏത് പേജിലാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഈ സൊണാലിയുടെ പേര്. അതുപോലെ തന്നെ മലയാള മനോരമ വളരെ മനോഹരമായി ഫ്രണ്ട് പേജിൽ ഇത് വാർത്ത കൊടുത്തു. അതിൽ വാർത്ത മനോരമ ശരിയായ രീതിയിൽ തന്നെ ഊന്നൽ കൊടുത്തിരിക്കുന്ന രാഷ്ട്രപതി അന്ന് പറഞ്ഞത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ആദ്യം സഹായഹസ്തവുമായി ഇന്ത്യൻ നേവി ഇന്ത്യയുടെ മാനുഷിക മുഖം കൂടിയാണ് കാണിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അതുതന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട മെസ്സേജ് രാഷ്ട്രപതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ആ സന്ദേശം തന്നെ പത്രങ്ങൾക്ക് ഈ ഇതുകൊണ്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു. അതായത് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതി സംസാരിക്കുന്നു. രാഷ്ട്രപതി തന്നെ മാനുഷിക മൂല്യങ്ങളും നേവിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അതേസമയം ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് കോടതിയിൽ നടക്കുന്ന സംഭവം, അതിൽ എത്രമാത്രം അതും കോടതി പറയുന്നു, മാനുഷിക മൂല്യങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ നിയമം മുട്ടുകുത്തേണ്ടതുണ്ട്, നിയമം കുനിയേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും വളരെ ഈസിയായിട്ട് ബന്ധിപ്പിക്കാൻ ഇത്തിരിയെങ്കിലും ചരിത്രബോധമുള്ള ഒരു ന്യൂസ് റൂമിന് പറ്റുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മനോരമ, എനിക്ക് തോന്നുന്നു അത് അകത്തെ ഏതോ പേജിൽ 8-ാം നമ്പർ പേജിലോ 9-ാം നമ്പർ പേജിലാണ് സോനാലിയുടെ വാർത്ത. മനോരമ മറ്റു പത്രങ്ങളെ അപേക്ഷിച്ച് മനോരമ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉൾപേജിലാണെങ്കിലും വാർത്ത ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന പല പത്രങ്ങൾ പോലും ഇത് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ മറക്കാൻ പാടില്ല. അവരെല്ലാവരും 1-ാം പേജിൽ തന്നെ ഈ നേവിയുടെ പ്രകടനം വളരെ മനോഹരമായ റിപ്പോർട്ട് ചെയ്തു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ കാര്യത്തെ ബന്ധിപ്പിക്കാൻ എന്തോ ഇന്ത്യൻ ന്യൂസ് റൂമുകൾക്ക് ഒന്നുകിൽ വിമുഖത, അവർക്ക് അറിവില്ലാതിരിക്കാൻ വഴിയില്ല. വളരെയധികം വിദ്യാഭ്യാസമുള്ളവരാണ് ഈ ന്യൂസ് റൂമിലൊക്കെ ഇരിക്കുന്നവർ, ചരിത്രബോധമുള്ളവരുമാണ്. അതെന്തുകൊണ്ടാണ് അവരിത് തമ്മിൽ ബന്ധിപ്പിക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് സൊണാലിയുടെ കഥ തുടരുകയാണ്. അവർ ഇനിയും എന്തൊക്കെയാണ് അവരെ എന്തൊക്കെയാണ് പ്രതിസന്ധികൾ അവർ നേരിടണമോ എന്ന് നമുക്കറിയില്ല. റാക്ക് പിക്കേഴ്സായിട്ടുള്ള, അതായത് തുണിക്കഷ്ണങ്ങളും മറ്റും എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്
ഇന്ത്യയെ പോലൊരു മൈറ്റി സ്റ്റേറ്റിനോട് ഒരിക്കലും പൊരുതി ജയിക്കാൻ പറ്റില്ല. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു സംഭവമാണ്. ഇപ്പം തന്നെ ചെയ്തത് വലിയൊരു സംഭവമാണ്. പക്ഷേ നമ്മളാരും അത് വേണ്ട രീതിയിൽ അവർക്ക് അതിനൊരു ഒരു 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 വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിജയത്തിന്. ഇപ്പോൾ നേടിയത് തന്നെ ഒരു വിജയമാണ്. അത് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന കേന്ദ്രം സമ്മതിച്ചത് തന്നെ അവരുടെ ഒരു വലിയ വിജയമാണ്. പക്ഷേ അതുപോലും നമ്മൾ ഉൾക്കൊള്ളാനോ അത് ആഘോഷിക്കാനോ നമ്മൾ കഴിയുന്നില്ല എന്നുള്ളൊരു വളരെ വേദനാജനകമായൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവസാനം അവശേഷിക്കുന്നത് ഈ കൽക്കട്ട ഹൈക്കോടതി വിധി വന്നപ്പോഴും പല ന്യൂസ് സൈറ്റുകളും ആ ന്യൂസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം താഴെ ഓൺലൈൻ അതിൻ്റെ എല്ലാം താഴെ ആളുകൾ വന്നിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും ദരിദ്രരായ ഒരു കുടുംബത്തിന് എങ്ങനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് പയറ്റാൻ പറ്റിയെന്ന്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഒരു പാഠമായിരിക്കണം. വെസ്റ്റ് ബംഗാളിൽ മൈഗ്രൻ്റ് വെൽഫെയർ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ ചെയർമാൻ സമറുൽ ഇസ്ലാം എന്ന രാജ്യസഭ MP ആണ്. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ബോർഡിൻ്റെ ചെയർമാൻ. അദ്ദേഹം രാജ്യസഭ തൃണമൂൽ MP ആണ്. അദ്ദേഹം നേരിട്ട് ഇടപെട്ട് അദ്ദേഹം തന്നെ ഒരു വക്കീലിനെ, ഒരു ചക്രവർത്തി എന്നുള്ള വക്കീലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ചക്രവർത്തി എന്നൊരു വക്കീലിനെ ഏൽപ്പിക്കുകയും ആ വക്കീൽ ഒരു ഫീസും വാങ്ങിയതാണ് ഈ കേസ് ബാധിച്ചത്. എന്ന് മാത്രമല്ല ഈ ബോധു എന്ന് പറയുന്ന സോനാലിയുടെ അച്ഛൻ, അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയില്ല. അപ്പോൾ അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ പരാതി നൽകിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അയൽക്കാരൻ ആണ് അദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തത്. സുപ്രീം കോടതിയിൽ സോണാലിയുടെ പിതാവായ ബോധു ഷെയ്ഖിനെ പ്രതിനിധീകരിച്ചത് സഞ്ജയ് ആർ ഹെഗ്ഡെ എന്ന പ്രശസ്ത സീനിയർ കൗൺസിലാണ്. ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു വസ്തുത, CPM നേതാവായ ബൃന്ദ കാരട്ട് പലപ്പോഴും ഡൽഹിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മൈഗ്രൻ്റ് തൊഴിലാളികളെ വളരെയധികം സഹായിക്കാൻ മുന്നിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ അയൽക്കാരെയും മറ്റുള്ളവരെയും നമ്മൾ തന്നെ സഹായിക്കാൻ തയ്യാറാകുകയും രാഷ്ട്രീയ പാർട്ടികൾ അതിന് മുന്നിട്ട് എടുക്കുകയും ചെയ്താൽ കുറച്ചൊക്കെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും.